കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ശേഖരനെ പഞ്ഞിക്കിടുന്ന കമലേനെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നുണ്ട്. ഇന്ന് തന്നെയാണെങ്കിലും ആദർശം വേണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വേലക്കാരി വരുന്നത്. അപ്പം വേണിക്ക് ആ പാടെ സംശയമായിപ്പോയി. തങ്ങൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി അവര് കേട്ടോ പോലും താൻ പ്രഗ്നന്റ് അല്ല എന്നൊക്കെ പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ പണി പാളും. അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. പിന്നീട് ആദർശം നീ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, അവര് കേട്ടിട്ടുണ്ടായിരിക്കില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും എനിക്ക് ഭയമുണ്ട്. നീ എന്തിനാ ഭയപ്പെടുന്നേ? ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. പിന്നീട് വേണിയുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് സന്ധ്യ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വേണിയുടെ അടുത്തേക്ക് വരുവാണ്. പക്ഷെ ഇത് വേണിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വേണി പറഞ്ഞു, അതെ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ നോക്കാനറിയാം, അതുകൊണ്ട് സന്ധ്യേച്ചി ഇങ്ങനെ വിഷമിക്കണ്ടെന്ന് പറയാം. മഹാദേവ സാറേ, വേണിമോടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാനല്ലാതെ പിന്നെ ആരാ നോക്കണേ? പക്ഷെ ഇതൊന്നും ആരതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ നന്ദിനിയമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഫുഡൊന്നും പാകം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വേണിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട് അവരോരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പതിവ് പോലെ അന്ന് കൃത്യസമയത്ത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നന്ദിനിയമ്മയ്ക്ക് പറ്റിയില്ല. അങ്ങനെ ആരതി അടുക്കളയിലേക്ക് വരുവാണ്. ആരതി അടുക്കളയിലേക്ക് വന്നിച്ചു, അമ്മേ ഫുഡ് ആയില്ലേന്ന് ചോദിക്കണം. മോളെ കുറച്ച് കേട്ടെ, കുറച്ച് കഴിയുമ്പോൾ ആക്കാം. ഇതെന്താ അമ്മ ഇത്ര സമയം? കുറച്ച് സമയമായിട്ട് എനിക്ക് വിശക്കുന്നു ഞാൻ പറയണേ. അമ്മ ഇതിലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് പറയണം. അത് മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരാ സ്ത്രീ വന്നേ പിന്നെയല്ലേ അമ്മയ്ക്ക് നേരാമണ്ണം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം വേണി അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു. വേണി അവിടെ നിന്നപ്പോൾ ഈ സംസാരം കേട്ടു ആരതി പറയണേ. അല്ലേലും ഞാൻ ഈയിടെ ശ്രദ്ധിക്കുന്നുണ്ട്, വേണി ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ പിന്നെ എപ്പോൾ നോക്കിയാലും ഒരു വേണിമോള് വേറുള്ളവരൊന്നും ഇവിടെ ഇല്ലേ? ഞങ്ങളൊന്നും മനുഷ്യജീവനില്ലേ? ഞങ്ങൾക്കൊന്നും വിശപ്പ് ദാഹമൊന്നും ഇല്ലേ? വേണി ചേച്ചിയുടെ കാര്യം നോക്കാനിലൂടെ എത്ര പേരാ? വേലക്കാരിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. ഈ എന്തിനാ അമ്മ ഇങ്ങനെ? ഞങ്ങളെയും കൂടെ ഒന്ന് ഇടയ്ക്കൊന്നും മൈൻഡ് ചെയ്യണമെന്ന് പറയാം. പെട്ടെന്ന് നന്ദിനിയമ്മ പറഞ്ഞു, നീ എന്തൊക്കെയാ ആരതി പറയണേ? നിനക്ക് പറയുന്ന എന്താന്ന് വല്ല ബോധ്യമുണ്ടോ? ഞാൻ നല്ല ബോധത്തോടു കൂടിയാണ് അതിനെ സംസാരിക്കുന്നത്. കുറെ ദിവസമായി ഞാൻ ഇതെല്ലാം കാണുന്നത്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന് പറയാം. ദേ ആരതി, എന്തും പറയാന്ന് വിചാരിക്കരുത് കേട്ടോ. നിന്നെപ്പോലെയാണോ വേണിമോള്? അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അത് മാത്രമല്ല, അവളാണെങ്കിൽ അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാതെ എപ്പോൾ നോക്കിയാലും ആദർശിന് പുറകെ അവൻ ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കാണ് സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങള് പേടിയുടെ കാര്യം ഇങ്ങനെ നോക്കുന്നത്. ഞാനാണെങ്കിലും നിന്റെ അച്ഛനാണെങ്കിലും അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്കില്ലേ? നീ എന്താ വേണിയും ആരതിമോൾ ഇങ്ങനെയായി തീർന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് ആരതി പറഞ്ഞു, എപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാം കുറ്റവാ, ഞാൻ ഇനി ഒന്നും പറയാനില്ല, എപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. വേണിക്ക് മനസ്സിലായി ആരതിയുടെ മനസ്സിൽ കരട് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ താൻ എന്തൊക്കെ പറഞ്ഞാലും ആരതിക്ക് അതൊന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെയും അച്ഛന്റെ പൈസ എടുത്ത് ആദർശാണ്ട് ചികിത്സിക്കുകയെന്ന് പറഞ്ഞതിന്റെ ഒരു ബുദ്ധിമുട്ട് ആരതിക്കുണ്ട്. അപ്പൊ അത് വേണ്ടി നേരിട്ട് കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. പെങ്ങളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ കല്യാണത്തിന് ഇനിയിപ്പോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോവോ, താൻ നാണം കിടുവോന്നൊക്കെ ചിന്ത ആരതിയുടെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും ആരതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് വേണിക്കും നന്നായിട്ടറിയാം. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ആദർശാണ്ട് ചികിത്സിച്ച് ആദർശാണ്ട് എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ആ പണം വെറുതെ വേസ്റ്റ് ആയി പോയില്ലോ. അപ്പൊ അതുകൊണ്ട് തന്റെ കല്യാണം നടത്താലോ എന്നൊരു ചിന്തയാണ് ആരതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പൊ ആർക്ക് മനസ്സിലായില്ലെങ്കിലും അത് വേണിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമായിരുന്നു. വേണിക്ക് വല്ലാത്ത വിഷമായി. ഈ സന്ധി ചേച്ചിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം, എങ്കിൽ മാത്രമേ തനിക്ക് ഇവിടെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുള്ളൂ. താൻ പ്രഗ്നന്റ് അല്ലാന്നെങ്ങാനും ഇവര് മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പ അച്ഛനെ അറിയിക്കും. അച്ഛൻ പിന്നീട് ഒരു സംഹാര താണ്ഡവം തന്നെ ആയിരിക്കും ആടാൻ പോകുന്നത്. ഒരുപക്ഷെ തന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ആദർശാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്തിട്ട് വേണിയുടെ സമനില തെറ്റുവാണ്. പിന്നീട് മുറിയിലേക്ക് എന്നപ്പം ആദർശ, എന്ത് പറ്റി വേണി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? അപ്പൊ നീയല്ലേ പറഞ്ഞ സത്യങ്ങളൊന്നും പറയണ്ട, നീ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം പറയണ്ടെന്ന്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത പ്രശ്നവും. ഇപ്പൊ തന്നെ എന്നെ നോക്കാനായിട്ട് നന്ദിനിയമ്മയാണെങ്കിലും വല്ലാത്ത പെടാപ്പാട് വിടുന്നുണ്ട്. വെറുതെ എന്തിനാ എല്ലാരും ഞാൻ വേദനിപ്പിക്കുന്നത്? അവസാനം വന്നു കഴിയുമ്പം ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല, ആദ്യം പറയുവാണെങ്കിൽ അവർക്ക് അത്ര പ്രതീക്ഷ കുഴപ്പമില്ലായിരിക്കും, അതായത് ഒത്തിരി പ്രതീക്ഷിക്കില്ല. പക്ഷെ അവസാനം ആ വയറൊക്കെ വളർന്നു വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? വയറ് വളരണമല്ലോ. ഇപ്പൊ ആദ്യത്തെ മാസങ്ങളായിരുന്നു വലിയ ആരും സംശയിക്കത്തൊന്നുമില്ല. അപ്പൊ അത് അവർക്ക് വല്ലാത്ത വിഷമമായിരിക്കും ആദർശേട്ടാ. അതിനേക്കാളും ഭേദം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നല്ലേ.
ചോദിക്കുക. ശരിയാ, നീ പറഞ്ഞ കാര്യം ശരിയാ വേണി, എത്രയും പെട്ടെന്ന് നമുക്കിത് പറഞ്ഞേക്കാം, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ആദർശം വേണിയോട് പറയുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വേണി എന്ത് ചെയ്യുവാണ്, നേരെ പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നപ്പോൾ നന്ദിനിയമ്മ അവിടെ നിൽക്കുന്നുണ്ട്. നന്ദിനിയമ്മനെ കണ്ടപ്പോൾ വേണിക്ക് സങ്കടം വന്നു. പാവം നന്ദിനിയമ്മ തനിക്കും ആരതിക്കും എല്ലാവരുടെയും ഇടയിൽപ്പെട്ട് പാവം കിടന്ന് വല്ലാതെ വീർപ്പ് കൂട്ടുന്നുണ്ട്. തൻ്റെ കാര്യങ്ങളും നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കണം. ഇപ്പം ആ സന്ധ്യ എന്ന് പറയുന്ന ചേച്ചിനെ കൊണ്ടുവന്നുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ കുറച്ചൊരു കൈക്കൊരു ഒഴിവുണ്ട് എന്ന് പറഞ്ഞാലും അവരെ കൊണ്ട് ഭയങ്കര ദുരിതമാണ്. അവരെ പറഞ്ഞു വിടണം. പക്ഷെ അമ്മയോട് സത്യം തുറന്നു പറഞ്ഞാലോ, താൻ പ്രഗ്നൻ്റ് അല്ലെന്ന് ഇനിയിപ്പോൾ ഒളിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വേണിയെ നന്ദിനിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ഗൗരി ഭയങ്കര ടെൻഷനായിരുന്നു. ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ശങ്കർ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ശങ്കർ തന്നോട് കള്ളത്തരം പറഞ്ഞ് ഒരു പക്ഷേ ധ്രുവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. ശങ്കർ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. എന്തേലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ധ്രുവൻ അത്രയ്ക്ക് ദുഷ്ടനാ. ആ ധ്രുവനെ പോലെ ഒരു ദുഷ്ടന് അവൻ്റെ അടുത്തെങ്ങാനും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ശങ്കറിന് എന്തെങ്കിലും സംഭവിക്കും. അത് പാടില്ല. ശങ്കർ വരുമ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നീട് ശങ്കർ വരുവാണ്. ശങ്കർ മുറിയിലേക്ക് വന്നപ്പോൾ ഗൗരി ഭയങ്കര ആലോചനയില്ല. എന്ത് പറ്റിയ ഗൗരി, നീ ഭയങ്കര ആലോചനയില്ല? കാര്യം എന്താ? ഒന്നുമില്ല. എന്തോ കാര്യമുണ്ട്. ഒരു കാര്യമില്ലാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കില്ല. എനിക്കറിയാം, നിന്റെ മുഖത്തെ ആ സങ്കടഭാവം കണ്ടാ അറിയാം. എന്താ? എൻ്റെ അളിയൻസിനെ കുറിച്ച് ഓർത്തിട്ടാണേ? അതൊന്നുമല്ല. പിന്നെന്താ കാര്യം? അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് ശങ്കർ അനുസരിക്കുമോ? എന്ത് കാര്യമാ? ആദ്യം ഞാൻ ആരും കേൾക്കട്ടെ, എന്നിട്ടല്ലേ അനുസരിക്കുവോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. ആദ്യം കാര്യം പറയാം എന്താന്ന്. അതെ, ശങ്കർ ഇനി മുതൽ ആ ധ്രുവനെ അന്വേഷിച്ച് പോകണ്ടെന്ന് പറയാ. നീ എന്താ പറഞ്ഞേ? ധ്രുവന്റെ പുറകെ പോകണ്ട, അത് ശരിയാവത്തില്ല. നീ എന്തൊക്കെയാ ഗൗരി പറയണേ? ഞാൻ പറഞ്ഞ സത്യവാ, എനിക്ക് പേടിയാന്ന് പറയാം. നീ എന്തിനാ പേടിക്കണേ? എനിക്ക് ആ ധ്രുവന് ഒരു പേടിയില്ല, പിന്നെ നീ എന്തിനാ പേടിക്കണേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ വേണ്ടാന്ന് പറയാം. പെട്ടെന്ന് ശങ്കറിന്റെ ഭാവം അങ്ങോട്ട് മാറി. ശങ്കർ പറഞ്ഞു, ഈ ശങ്കർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടല്ലോ. ധ്രുവന് എൻ്റെ കയ്യിൽ കിട്ടും. അവനെ ഞാൻ ഉറപ്പായിട്ടും അവനൊരു പണി കൊടുത്തിരിക്കും. ഈ ശങ്കറിനോട് അവൻ കളിച്ചിരിക്കുന്നത് ഇത്രയും കാലം. എൻ്റെ ഗൗരിനെ വേദനിപ്പിച്ച് അവനെ പിന്നെ വെറുതെ വിടണമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ല ഗൗരി, അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ സ്കെച്ചും പ്ലാനും ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞെന്നും പറഞ്ഞ് ശങ്കർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗൗരിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ആ പട പ്രശ്നത്തിലായെന്ന്. പിന്നീട് കാണിക്കുന്ന ശേഖര ചാരങ്കാട്ട് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് തങ്കച്ചി ഓടി ഇറങ്ങി ചെന്നു. വാ മോനെ എന്നും പറഞ്ഞ് പിടിച്ചകത്തേക്ക് പറ്റിക്കൊണ്ട് വരുവാണ്. എൻ്റെ മോൻ 2 ദിവസം കൊണ്ട് ഒരു പരിവായി പോയല്ലോ. നീ നേരമാണ് ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു ചോദിക്കുക. എങ്ങനെ കഴിക്കാനമ്മേ? ഹോട്ടൽ ഫുഡൊക്കെ അല്ലേ, എനിക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ ശരിയാവത്തുള്ളൂ. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അതൊക്കെ അറിയാം മോനെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? മോൻ ഇവിടെ ഇരിക്കുക, ഞാൻ മോന് ഫുഡ് എടുത്തരാന്ന് പറഞ്ഞ് തങ്കച്ചി ഓടി അകത്തേക്ക് പോവാണ്. എന്നിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഈ സമയത്ത് കമല അങ്ങോട്ട് വരുന്നേ. കമല കണ്ടു. ഷെയർ പെട്ടെന്ന് എൻ്റെ അടിയിൽ നോക്കണേ. നിനക്കിപ്പോൾ സമാധാനം ആയല്ലോ അല്ലേ? നിന്റെ വിചാരം എന്തായിരുന്നു? നീ വലിയ ആളാ, നിന്റെ വട്ടൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്, കണ്ടില്ലോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കമല ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിട്ടൊരു ബക്കറ്റ് നിറച്ചും വെള്ളം അങ്ങ് വെള്ളം എടുത്ത് നേരെ ആ വെള്ളമായിട്ട് ഇങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ശേഖർ ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശേഖറിന്റെ തലയിലേക്ക് ആ വെള്ളം അങ്ങോട്ട് കമത്തുവാണ്. അപ്രതീക്ഷിതമായിരുന്നു. എടി നിന്നെ ഇന്ന് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖർ നേരെ എന്ത് ചെയ്യുക, കമലേനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുവാണ്. നിന്നെ ഞാൻ കാണിച്ചുതരാം. ശേഖർ ആരാ നിനക്ക് ശരിക്കും അറിയത്തില്ല. നിന്റെ വട്ടൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. നീ വട്ട അഭിനയിച്ചാൽ എന്റെ തലയിൽ കയറി നിരങ്ങാനാ നിന്റെ ഭാവമില്ലേ? ഇന്നത്തോട് എല്ലാത്തിനും തീരുമാനം ആവൂടി. നിന്നെ ഇനി ഇല്ലാതാക്കിയിട്ട് ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് കമല ചെയ്തു, അവിടെ ഇങ്ങനെ കത്തിയും എടുത്തിട്ട് നേരെ അങ്ങ് ചെന്നു. ഒരടി അനങ്ങി പോയേക്കരുത്, എൻ്റെ ദേഹത്തന്നെ കൈവച്ചാൽ നിന്നെ കുത്തി മലർത്തും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടും അങ്ങോട്ട്. തൊട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു ശേഖർ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി. പെട്ടെന്ന് കമല ഓടി വന്നിട്ട് ശേഖറിനെ പിടിക്കുക. നീ എന്താ മോനെ കാണിച്ച? നീ ഇങ്ങോട്ട് മാറാനും പറഞ്ഞോണ്ട്. കമല പറഞ്ഞ്, എന്നെ ശരിക്കും അറിയത്തില്ല, ഞാൻ ആരാന്ന് നിനക്കൊന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞിട്ട് കത്തി ഓങ്ങുവാണ്. പെട്ടെന്ന് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് തങ്കച്ചി. അയ്യോ ഓടി വായോ, എന്നെ എൻ്റെ മോനെ കൊല്ലാൻ തുടങ്ങണേന്ന് പറഞ്ഞുകൊണ്ട്. ഈ അലർച്ച കേട്ടുകൊണ്ട് ഗൗരി ഓടി ഇവൻ കാണുന്ന കാഴ്ച കത്തി ഓങ്ങിക്കൊണ്ട് നിൽക്കുന്ന കമലേനെയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.